നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിമുലേറ്റർ സോഫ്റ്റ്വെയർ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും വർക്ക് സെറ്റ് ചെയ്യുന്നതും ടൂൾ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് പ്രോഗ്രാം എങ്ങനെ നമുക്ക് ഈ ഒരു മെഷീനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത്, ഞാനിവിടെ ഒരു പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ അതാണ് നമ്മൾ ഇന്നിവിടെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ പ്രോഗ്രാം എടുക്കുകയാണ്, ഒന്ന് റൺ ചെയ്യിക്കാം. ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒരു പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ അതിന് വർക്ക് ഓഫ്സെറ്റ് എടുക്കണം, ടൂൾ ഓഫ്സെറ്റ് എടുക്കണം, വർക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാവരും ഒന്ന് കാണുക. കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക, എന്നാലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ബിഗിനേഴ്സിനൊരു ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഇത് വിർച്വൽ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തായാലും ഇത് വളരെയധികം കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്നും ഈ ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ മെഷീൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ ടൂളും കാര്യങ്ങളും എല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു മെഷീനിൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ ചെയ്യാനും പറ്റുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി 2-3 വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈവൻ ഇതിൻ്റെ ഡോർ വരെ ക്ലോസ് ചെയ്യാൻ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു മെഷീനിൽ നമുക്കൊരു മെഷീൻ മേടിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെഷീൻ നമുക്ക് പ്രാക്ടീസിന് വേണ്ടി കിട്ടുക എന്നുള്ളതൊക്കെ വളരെ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം നമുക്കൊരു കമ്പനി ചെന്നിട്ടൊരു മെഷീനിൽ നമുക്കത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല. കാരണം അവരുടെ കമ്പനിയുടെ വർക്കുകൾ കാര്യങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ നമ്മുടെ VMCയുടെ സോഫ്റ്റ്വെയർ. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സിമുലേറ്ററിനുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. ഞാനിവിടെ ഓൾറെഡി ഇതിൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കാം എവിടെയാണ് കിടക്കുന്നത്, അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഉൾപ്പെടെ. നമ്മളിവിടെ ഫയലുണ്ട്, ഫയലിൽ ഓപ്പൺ ചെയ്യുക. മെയിൻ സബ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ മുതൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഫാനുക്ക് കൺട്രോളിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതായത് നമുക്ക് 2D പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാം സബ് പ്രോഗ്രാം രീതിയിലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അതിൽ നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു വർക്കിൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്തത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കോപ്പി ചെയ്തെടുക്കാനായിട്ട് നിങ്ങളത് സ്ക്രീൻഷോട്ട് അടിക്കുക. എന്നിട്ട് ആ പ്രോഗ്രാം മെയിൻ പ്രോഗ്രാം ഈ രീതിയിൽ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ഫാനൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ എററുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് കട്ടർ കോമ്പൻസേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഈ പ്രോഗ്രാമിൽ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ശരിക്കും ചെയ്യുന്നത് നമുക്കൊരു പോക്കറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഡയമെൻഷനെ പറ്റി നമ്മൾ വറി ചെയ്യുന്നില്ല, ബോധേഡാവുന്നില്ല. കാരണം ഡയമെൻഷൻസ് കറക്റ്റായിട്ട് കിട്ടില്ല, കട്ടർ കോമ്പൻസേഷൻ എന്നുള്ളൊരു സംഭവം കൊടുക്കാത്തത് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മാനുവലി എഴുതുമ്പോൾ കട്ടർ കോമ്പൻസേഷൻ മാനുവലി ആഡ് ചെയ്തിട്ടൊക്കെ എഴുതേണ്ടി വരും. അതൊരു പക്ഷേ നമുക്ക് ബിഗിനേഴ്സിന് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് നമ്മളുടെ ഡയമെൻഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പോ ആവണം എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരിക എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ M98 എന്ന് പറയുന്നൊരു ബ്ലോക്ക് ഇവിടെ കിടപ്പുണ്ട്. M98, അതായത് M98 സബ് പ്രോഗ്രാം കോൾ ചെയ്യാനുള്ളതാണ്. നമ്മൾ നോർമൽ കേസിൽ സബ് പ്രോഗ്രാം കോൾ ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സബ് പ്രോഗ്രാമിൻ്റെ പേജ് നമ്പറും കൊടുക്കണം. അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം സബ് പ്രോഗ്രാം റൺ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൊടുക്കണം. നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കൊടുക്കണം. ഈ ഒരു കേസിൽ നമുക്ക് എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, എത്ര പ്രാവശ്യം ഓടണം എന്നുള്ളത്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം റൺ ചെയ്യാത്തതായിട്ടാണ് കാണുന്നത്. അത് ഈ സിമുലേറ്ററിൻ്റെ ഒരു പ്രോബ്ലം ആണത്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് പരിഹരിച്ച് ഇത് റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നു. എനിവേ എന്തായാലും
നമുക്ക് M98 കൊടുക്കാം, കൂടെ നമുക്ക് L വാല്യൂ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ P0002, അതായത് പ്രോഗ്രാമിൻ്റെ നമ്പർ എത്രയാണോ അത് 0002 എന്ന് തന്നെ കൊടുക്കണം. 2 ആണ് വിളിക്കുന്നതെങ്കിൽ, 3 ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഇത് മെയിൻ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക, എന്നിട്ട് അതിന് ശേഷം ഇത് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പുതിയ പേജ് എടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രോഗ്രാം, അതായത് ഇതിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2ഉം 3ഉം 4 എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സബ് പ്രോഗ്രാം പേജ്. അപ്പോൾ നമ്മളിവിടെ 02യിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. സബ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആദ്യത്തെ ബ്ലോക്ക് കിടക്കുന്നത് ഡെപ്ത് കൊടുക്കുന്നതാണ്. നോർമൽ കേസിൽ നമ്മൾ ഡെപ്ത് കൊടുക്കുന്നത് ഇൻക്രിമെൻ്റലിലാണ് സാധാരണ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ G91 അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടൂൾ താഴേക്ക് വരേണ്ടത് G01ലാണ്, കാരണം അത് ഫീഡ് റേറ്റിൽ വന്ന് വേണം ഡെപ്ത് ഇറങ്ങാൻ. സോ അതുകൊണ്ട് ഫീഡ് റേറ്റ് വാല്യൂയും കൊടുത്തു. ഇസഡിൻ്റെ വാല്യൂ -8 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ചെറിയ 0.2 0.5 കട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കേണ്ടതെങ്കിൽ നമുക്കിത് ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് അടിച്ച് ഓടണം. അതായത് L എന്ന വാല്യൂ നമുക്ക് കൊടുക്കണം. ഈ കേസിൽ L വാല്യൂ കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിവിടെ -8 mm ഒറ്റയടിക്ക് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ കട്ടർ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു ടൈമാണ് സബ് പ്രോഗ്രാമിൽ വരേണ്ടത്. അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, കോമ്പൻസേഷൻ വാല്യൂസ് ഇതിനകത്ത് എടുക്കുമ്പോൾ കുറച്ച് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോഴത്തേക്ക് വിട്ടിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം ആ റെക്റ്റാങ്കിൾ പീസ് നമുക്ക് പോക്കറ്റായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 120 എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ പീസാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു പോക്കറ്റാണ് നമുക്ക് വേണ്ടത്. 120 സൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതാണ്, നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ 60 ഡയമീറ്റർ അല്ലെ 60 ലെങ്താണ് നോർമലി എടുത്തിരിക്കുന്നത്. ഓരോ ആക്സിസിലേക്കും കൊടുക്കാനായിട്ട് 60 എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ 60 വെച്ചിട്ട് നമ്മൾ 4 ക്വാഡ്രൻറ്റിൽ കൂടെയും പ്രോഗ്രാം എഴുതി. അതിനുശേഷം അത് 50 ഡയമീറ്ററിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ട് വരും. ഓക്കെ, 60 കഴിഞ്ഞ് 50, ദെൻ 40, അതിനുശേഷം 30, 20, 10, അതിനുശേഷം 0യിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒന്ന് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഡ്രോയിങ് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിതൊന്ന് പ്രോഗ്രാം റൺ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മെയിൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ സബ് പ്രോഗ്രാമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻകറക്റ്റ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്കിവിടെ മെയിൻ പ്രോഗ്രാമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വരണം. ഓക്കെ, മെയിൻ പ്രോഗ്രാമിൽ വന്നു. നമ്മളിവിടെ നിന്ന് സൈക്കിൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റത്തത് ടൂൾ ചേഞ്ച് നടന്നു. ഓക്കെ, ദെൻ അതിന് ശേഷം ടൂൾ താഴേക്ക് ട്രാവൽ ചെയ്ത് വരുന്നു. സബ് പ്രോഗ്രാമിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടാമത്തെ പേജിലേക്ക് ഇറങ്ങും. അവിടെ നിന്ന് നേരെ ഡെപ്ത് ഇറങ്ങി. ഓക്കെ, ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് ആദ്യത്തെ 60 എന്നുള്ള സൈസിലൂടെ എല്ലാം ഓടി. അതിനുശേഷം 60 നേരെ 50-ലെത്തി. 50ൻ്റെ 4 ക്വാഡ്രൻറ്റും കവർ ചെയ്ത് വരികയാണ്. അതായത് മൈനസ് വാല്യൂസിലൂടെയൊക്കെ കടന്ന് വേണം എത്താനായിട്ട്. അതിനുശേഷം 30ലേക്ക് നേരെ X0യിൽ നിന്ന് Y മൂവ് ചെയ്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. then അവിടെ നിന്ന് നേരെ x0 y40 അവിടെ നിന്ന് 30-ലെത്തി. പിന്നെ അത് എല്ലാ ഡയമെൻഷനും 30 എന്നുള്ള രീതിയിൽ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സൈഡിൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവും. ദെൻ അതിനുശേഷം 10 ഡയമീറ്റർ 10 ലെങ്ത് പിടിച്ചു x0 y0. അത് സബ് പ്രോഗ്രാമിൽ തിരിച്ച് റിട്ടേൺ പ്രോഗ്രാം എത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പോക്കറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ആയാൽ ഓക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഗ്രാമിങ്ങിൻ്റെ മാനുവൽ പ്രോഗ്രാമിംഗ് സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വേറൊരു കാര്യമുള്ളത്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വർക്ക് സെറ്റ് ചെയ്യണം. അതായത് നമ്മളെടുക്കുന്ന വർക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഏത് ടൂളാണ് ഉപയോഗിക്കാമെന്ന് ആ ടൂൾ കൊടുക്കണം. വർക്കിൻ്റെ ലെങ്ത് കൊടുക്കണം, അതായത് തിക്നെസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിത് പ്രോഗ്രാം റൺ ചെയ്യിച്ചാൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ പോയി ഇടിക്കുന്നതൊക്കെ കാണിക്കും. സോ അതുകൊണ്ട് പ്രോഗ്രാം സെറ്റ് ചെയ്ത്, അതായത് പ്രോഗ്രാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ടൂൾ എടുക്കണം. അതുപോലെ തന്നെ ടൂളിൻ്റെ ഓഫ്സെറ്റ് എടുക്കണം. ദെൻ വർക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഈ വർക്ക് സെറ്റ് ചെയ്യുന്നതിന് ടൂൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഈ പ്രോഗ്രാം സെറ്റ് ചെയ്ത് ഓടിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തൊരു പ്രോഗ്രാമായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആ പ്രോഗ്രാം എടുത്തതിന് ശേഷം നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വർക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് വർക്കിൻ്റെ ലെങ്ത്, ഏത് മെറ്റീരിയലാണ് കൊടുക്കേണ്ടത്, ഡെപ്ത്, ഹൈറ്റ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരിക. നമ്മൾ സെൻറ്ററിലാണ് 00 സെറ്റ് ചെയ്യുന്നതെങ്കിൽ നൾ പോയിൻറ്റുകളെല്ലാം 0 ആയിരിക്കണം. ഇസഡിൻ്റെ നൾ പോയിൻ്റ് എന്ന് പറയുന്നത് വർക്കിൻ്റെ ഹൈറ്റ് ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വർക്കിൻ്റെ ഒരു സ്കെച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓവറും കയറ്റി എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞ ഡയമെൻഷനിൽ നിന്നും അകത്തോട്ട് കയറ്റി കൊണ്ടുവരുന്നതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു സ്കെച്ചിൻ്റെ സഹായത്തോടെ നോക്കാം. ഓക്കെ,
പറഞ്ഞിരുന്നത് നമ്മുടെ വർക്കിൻ്റെ സൈസ്, അതായത് ഞാൻ 120 ഒരു ബ്ലോക്കാണ് നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പോക്കറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 120 ഒരു ബ്ലോക്ക് വരച്ചിട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് ഈ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 120 മേളിൽ കൂടെ തന്നെ ഓടുന്ന രീതിയിലാണ് ഒന്നടിച്ചിരിക്കുന്നത്. അതായത് കട്ടർ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ റേഡിയസിൻ്റെ പകുതിയും കൂടെ പുറത്തേക്ക് പോകും. നോർമലി അത് നമുക്ക് വേണമെങ്കിൽ കട്ടറിൻ്റെ റേഡിയസ് നമുക്ക് അകത്തേക്ക് കയറ്റി നിർത്താം, അതിനുശേഷം നമുക്ക് ഓടിക്കാം. ഇപ്പോൾ നമ്മളതൊന്നും നോക്കുന്നില്ല, നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്കൊരു പോക്കറ്റിൻ്റെ ഷേപ്പ് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ അതുകൊണ്ട് നമ്മളിവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് N2 പോയിന്റ് കൊടുത്തു, N3, N4, N5, N6 അവസാനിക്കുന്നു. ഓക്കെ, N6 കൊടുത്തു. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് N6 നിന്ന് നേരെ N7, അതായത് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന 12 കട്ടറാണ്. ഞാൻ 10 വെച്ചിട്ടാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്നും 10, റൈറ്റിൽ നിന്നും 10 എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഞാൻ എക്സിനകത്തും 10 പോകണം, വൈക്കകത്തും 10 പോകണം. അപ്പോഴത്തേക്ക് നമുക്കിവിടെ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ്, അതായത് ഇനി 120 സൈസിൽ നിന്ന് നമ്മൾ നേരെ 100 സൈസിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് എക്സിൻ്റെ അകത്തേയും 10, വൈക്കകത്തേയും 10 എന്നുള്ള രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് 10 mm കുറച്ച് കഴിയുമ്പോൾ, നമുക്ക് ഈ കട്ടറിൻ്റെ റേഡിയസ് മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ഗ്യാപ്പും 10 നമ്മൾ കൊടുത്തിരിക്കുന്നത്. N7 വരുമ്പോഴത്തേക്കും ഇത് സെൻറ്ററിന് ഓഫ്സെറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ വർക്കിൻ്റെ ഹാഫാണ് നമ്മളെപ്പോഴും എടുത്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ N1 നമ്മൾ X0 കൊടുത്തതിന് ശേഷം ഇവിടുന്ന് നേരെ വൈയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 120 പകുതി 60 ആയിരിക്കും. അതുപോലെ തന്നെ N7 വരുമ്പോഴത്തേക്കും അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് X0 Y 50 ആയിട്ട് മാറും. അതായത് 10 നമ്മൾ 60 നിന്നും 10 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ഡിസ്റ്റൻസ് കിട്ടുന്നു എക്സിൽ അല്ലെങ്കിൽ വൈയിൽ കിട്ടുന്നു, അത് 10 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 60 നിന്ന് 50 എത്തും. അങ്ങനെ 50 റെക്റ്റാങ്കിൾ സ്ക്വയറാണ് നമ്മൾ അടുത്തത് ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ N8 വരുമ്പോഴത്തേക്കും X50 Y50 എന്ന് വരും. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും X50 Y -50 എന്ന് വരും. ഇവിടെ വരുമ്പോൾ X -50 Y -50, അതിനുശേഷം ഇവിടെ വരുമ്പോൾ X -50 Y50 ആയിട്ട് വരും. ദെൻ 13 വരുമ്പോൾ X0 Y50 തന്നെ വരും. ദെൻ അതിന് ശേഷം നമ്മൾ അവിടുന്ന് ടൂളിന് അടുത്തത് 14 എന്ന് പറയും. 13 കഴിഞ്ഞ് 14 വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ വാല്യൂ X0 Y40 ആയിട്ട് വരും. പിന്നെയുള്ള വാല്യൂസ് എല്ലാം 40 എന്നുള്ള രീതിയിൽ ഇതിൽ ഓടും. അതിനുശേഷം N14 നമ്മൾ തന്നെ നേരെ N19 നേരെ N20 വരും. 20 X0 Y നമ്മൾ 30 കഴിഞ്ഞ് 20 കൊടുക്കും. ഓക്കെ, 20 അടുത്തത് ഇവിടെ വരുമ്പോഴത്തേക്ക് X20 Y20, X20 Y -20, X -20 Y -20, ദെൻ X -20 Y20, X0 Y20 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത പോയിന്റ് കൊടുക്കുക, 10 ഇറക്കുക, X0 Y10. അത് ഞാനിവിടെ പോയിന്റ് ചെയ്തിട്ടില്ല. 25 കഴിഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന പോയിന്റ് 26ാമത്തെ പോയിന്റായിട്ട് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, അവിടുന്ന് X0 Y നമ്മളീ പറഞ്ഞ 10 എന്നുള്ളത് വരും. പിന്നെ ഇത് 10ൻ്റെ റെക്റ്റാങ്കിൾ എന്നുള്ള രീതിയിൽ നമ്മളിതിനെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാണ്. സോ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചുകൂടി എത്തിയതിന് ശേഷം നമ്മൾ നേരെ X0 Y0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പോക്കറ്റ് മെഷീനിങ് നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.